ഈ ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ലൈഫിൽ ഞാൻ പഠിച്ചെടുത്തിട്ടുള്ള ഒരു 4 കാര്യമാണ് ഈ 3 മിനിറ്റിൽ നിങ്ങളത് പറഞ്ഞത്. ഇത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിലുണ്ടല്ലോ ഏത് സിറ്റുവേഷൻ നിങ്ങൾക്ക് മറികടക്കാൻ പറ്റും കേട്ടോ. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു കഷ്ടം വരെയാണ്. ആ കഷ്ടം നമ്മൾ ഒരുപാട് എല്ലാവരുടെ ലൈഫിലും പ്രോബ്ലംസ് വരുമല്ലോ. ഈ കഷ്ടത്തിൽ നമ്മൾ എപ്പോഴും വിചാരിക്കും അയ്യോ എനിക്ക് എന്തൊരു കഷ്ടം അങ്ങനെയുള്ള രീതിയിലല്ലേ. പക്ഷെ ഇത് നമ്മുടെ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു സിറ്റുവേഷൻ്റെ ലാസ്റ്റ് ചാപ്റ്റർ ആണെന്നും ഇനി വരാൻ പോകുന്ന ചാപ്റ്റർ വളരെ സൂപ്പർ ഡൂപ്പർ ആയിട്ടുള്ള കാര്യമാണെന്നും നമ്മുടെ ലൈഫിലേക്ക് നല്ലത് വരാനാണ് നമ്മൾ ചിന്തിക്കുകയാണെങ്കിലുണ്ടല്ലോ ഇപ്പോൾ ഈ ഒരു കഷ്ടം നമുക്ക് അത്ര വലിയ ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യില്ല കേട്ടോ. നമ്മുടെ ലൈഫിൽ നമ്മൾ എന്ത് കാര്യം എടുക്കുന്നുണ്ടെങ്കിലും ആ ഒരു ഡിസിഷൻ എടുക്കുന്ന സമയത്ത് നമ്മളത് 100 ആൾക്കാരോട് ചോദിച്ചിട്ട് അറിയേണ്ട ആവശ്യമില്ല കേട്ടോ. പലപ്പോഴും പലരും അങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങൾ ഒരുപാട് പേരോട് ചോദിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ നിൽക്കും. അങ്ങനെ എടുക്കുമ്പം ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമ്മൾ പിന്നീട് അതിനെപ്പറ്റി അനുഭവിക്കട്ടോ. എന്തെങ്കിലും പ്രശ്നം വന്നാലൊക്കെ നമുക്ക് അവർ പറഞ്ഞാൽ അത് ചെയ്ത് ഇങ്ങനെയൊക്കെ പറയാൻ തോന്നും. അങ്ങനെ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ചില നല്ല കാര്യങ്ങളായിരിക്കാം, പക്ഷെ ഒരുപാട് പേരുടെ മുടക്കം കാരണം നമുക്കത് ചെയ്യാൻ പറ്റാതെ പോകും. നമ്മുടെ ഉള്ളിൽ മാത്രം നമ്മൾ ചോദിക്കുക, ഒരു പക്ഷേ തെറ്റിപ്പോയാലും ഒരു കോൺഫിഡൻസ് ഉണ്ട്, ഇത് ഞാനെടുത്ത ഡിസിഷൻ അല്ലേ, എനിക്ക് എന്നോട് മാത്രം പറഞ്ഞു തീർക്കാവുന്ന കാര്യങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. പക്ഷെ ഒരു 100 ആളുടെ അഭിപ്രായം കേട്ടിട്ടാണെങ്കിൽ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമുക്ക് അവരെ പഴിച്ചും നമ്മൾ വെറുതെ നമ്മുടെ ടൈം കളയും. അത് വെറും ടൈം കളയൽ മാത്രമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ എന്ത് കാര്യം വന്നാലും ഡിസിഷൻ സ്വന്തമായിട്ട് എടുക്കാൻ വേണ്ടി തീരുമാനിക്കും. പറയാനുള്ളത് നമ്മുടെ ലൈഫിലേക്ക് എന്തെങ്കിലും ഒരു കോംപ്ലിക്കേഷൻസോ എന്തെങ്കിലും സിറ്റുവേഷൻസ് വന്നാൽ നമ്മൾ എപ്പോഴും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ് ടു മീ എന്നുള്ളത്. ഇതെന്താ എനിക്ക് മാത്രം സംഭവിക്കുന്നത്, എനിക്ക് മാത്രം എന്താ എങ്ങനെയെന്നുള്ളത്. നമ്മുടെ ലൈഫിൽ എന്തൊരു പ്രശ്നം വന്നു കഴിഞ്ഞാലുണ്ടല്ലോ അങ്ങനത്തെ ഒരു ചിന്തിക്കേണ്ട ആവശ്യമേ ഇല്ല. അത് മാറ്റിയെടുക്കാവുന്ന കാര്യമേ ഉള്ളൂ. ജീവിതത്തിൽ അങ്ങനെ എത്ര പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്, നമ്മൾ അതൊക്കെ മറികടന്ന് മുന്നോട്ട് പോയിട്ടില്ലേ. അപ്പോൾ നമ്മൾ ഒരിക്കലും ആ ഒരു കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറ്റി, എനിക്ക് എന്തെങ്കിലും പറ്റി എന്നുള്ള കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഇതിനു വേണ്ടി എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിക്ക് എവിടെ ഒരു പാഴ്ച വന്നിട്ടല്ലേ, ആ പാഴ്ച എന്താണെന്ന് ചിന്തിക്കുക, ഇനി എന്ത് ചെയ്യണം എന്ന് ചിന്തിക്കുക. ഇങ്ങനെ ഒരു ബോധം കൂടി നമ്മുടെ ലൈഫിൽ നമുക്ക് വേണം കേട്ടോ. നമ്മുടെ ലൈഫിൽ എന്ത് പ്രശ്നം വന്നാലും എന്ത് ബുദ്ധിമുട്ട് വന്നാലും നമ്മൾ ചിലപ്പോൾ മറ്റുള്ളവരെ പഴിക്കുമല്ലേ. നമ്മളെ എല്ലാവരോടും ചോദിച്ചു നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഹസ്ബൻഡ് അല്ലെങ്കിൽ നമ്മുടെ വൈഫ് ആരെങ്കിലുമൊക്കെ ആയിട്ട് നമുക്ക് എപ്പോഴും നമുക്കൊരു എക്സ്ക്യൂസസ് പറയാൻ വേണ്ടിയിട്ടുണ്ടാവും. നമ്മുടെ ലൈഫിൽ ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഒരുപാട് പേരുടെ ഒപ്പീനിയൻസ് എടുത്താലോ അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവർ പറഞ്ഞു കേട്ട് ചെയ്താണെങ്കിലും ഇതിൻ്റെയൊക്കെ സെൻട്രൽ പോയിന്റ് പറയുന്നത് നമ്മളാണ്. നമുക്ക് ചുറ്റും ഇതൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് സംഭവിച്ചാലും അതിൻ്റെ റെസ്പോൺസിബിലിറ്റി നമുക്കാണ്. എന്തൊക്കെ ഇനി ചെയ്യണം എന്നുള്ള കാര്യം ആലോചിച്ച് ചെയ്യേണ്ട കാര്യത്തിൻ്റെ റെസ്പോൺസിബിലിറ്റിയും നമുക്കാണ്. അപ്പോൾ നമ്മുടെ ലൈഫിൻ്റെ സെൻട്രൽ പോയിന്റ് നമ്മളാണ്. അപ്പോൾ എന്താ വേണ്ടേ, നമ്മൾ നമ്മളെ തന്നെ വിശ്വസിക്കുക, ബിലീവ്. നമ്മളെ വിശ്വസിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി ശ്രമിക്കുക. നമ്മളെ മനസ്സിലാക്കുമ്പോൾ നമ്മുടെ ലൈഫിൻ്റെ എല്ലാ കാര്യങ്ങളിലും അത് വീഴ്ചയായാലും അത് വിജയമായാലും നമുക്ക് സന്തോഷിക്കാനായാലും സങ്കടപ്പെടാനാണെങ്കിലും അത് നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന ഒരു കാര്യമാണെങ്കിൽ നമുക്കത് വളരെ പവർഫുൾ ആയിരിക്കും. നമ്മുടെ ലൈഫിൽ നമ്മൾ ഒരിക്കലും തോറ്റതായിട്ട് ഫീൽ ചെയ്യില്ല, നമ്മൾ വീണു പോയതാണെങ്കിലും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഈ കുറച്ച് പോയിന്റ്സ് ഒക്കെ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫിൽ നമുക്ക് നമ്മുടെ മനസ്സുകൊണ്ട് തന്നെ നമുക്ക് കുറച്ചും കൂടി ഒരു മെച്ചൂർഡായിട്ടും കുറച്ച് ബോൾഡായിട്ടും കാണാൻ പറ്റും.